പ്രണയിക്കുന്നുണ്ടെങ്കിൽ 40 കഴിഞ്ഞു നിൽക്കുന്നവരെ പ്രണയിക്കണം. ജീവിതത്തിന്റെ 3/4 ഭാഗവും കഴിഞ്ഞു നിൽക്കുന്നവരെ പ്രണയിക്കണം. ആഹ്ലാദിക്കാൻ മറന്നുപോയ ജീവിതത്തെ നോക്കി നെടുവീർപ്പിടുന്നവരെ പ്രണയിക്കണം. നിങ്ങൾക്കറിയാമോ, 40 കഴിഞ്ഞു നിൽക്കുന്നവർക്കും കൗമാരത്തിലെത്തി നിൽക്കുന്നവർക്കും ഒരേ മനസ്സാണ്, ഒരേ മോഹങ്ങളാണ്, ഒരേ ദാഹങ്ങളാണ്. സ്നേഹിക്കപ്പെടാൻ വെമ്പി നിൽക്കുന്നവരാണവർ. മോഹിക്കപ്പെടാൻ കാത്തു നിൽക്കുന്നവരാണവർ. ചേർത്തു പിടിക്കുന്ന കൈകളെ അത്രമേൽ മനോഹരമായി തഴുകാൻ അവർക്ക് കഴിയുന്നത് പോലെ മറ്റാർക്കാണ് കഴിയുക? ഏറ്റവും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ അവരെ പോലെ മറ്റാർക്കാണ് പറ്റുക? 40 പ്രണയത്തിന്റെ രണ്ടാമത്തെ പറുദീസയാണ്. ഒന്നിൽ നിന്ന് തുടങ്ങുന്നതിന്റെ ഹൃദയമിടിപ്പുണ്ടവർക്ക്. രണ്ടാം ജന്മത്തിന്റെ പെടപെടപ്പുണ്ടവർക്ക്. ഓരോ നിമിഷങ്ങളും ഓരോ യുഗങ്ങളാണ് അവർക്ക്. ഓരോ ചുംബനവും ഒരു പൂക്കാലമാണ് അവർക്ക്. ഓരോ സ്പർശനവും ഓരോ മഴക്കാലമാണ് അവർക്ക്. ഭ്രാന്തമായി പ്രണയിക്കാൻ പ്രത്യേക കഴിവാണവർക്ക്. ഭ്രാന്തുകളോട് ശക്തമായ ഭ്രമമാണ് അവർക്ക്. ഓരോ നോട്ടങ്ങളിലും ഓരോ യുഗം ഒളിപ്പിച്ചു വെക്കുന്നവർ. ഓരോ ചിരിയിലും ഓരോ പൂക്കാലം വിടർത്തുന്നവർ. ഓരോ ചുംബനങ്ങളിലും ഓരോ ലോകം കാണിക്കുന്നവർ. ഓരോ പരാഗണത്തിലും ഓരോ മരണം നൽകുന്നവർ. ഓ, എന്തൊരു പ്രണയമാണ് അവർക്ക്! നിങ്ങളോട് വീണ്ടും പറയട്ടെ, 40 ആത്മഹത്യാ മുനമ്പുകളുടെ നാളുകളെന്ന് കരുതുന്നവരെ നിങ്ങളോട് ഞാൻ പറയട്ടെ, 40 പ്രണയത്തിന്റെ പൂമരക്കാഴ്ചകൾ നിറഞ്ഞൊരു ലോകമാണ്. ചെറിയൊരു തെന്നലായി വീശുവാൻ, ഓരോ പൂവുകളെയും തലോടി ഉണർത്താൻ ഒരുവളോ ഒരുവനോ ഉണ്ടെങ്കിൽ അതൊരു പറുദീസ തന്നെയാണ്. സ്വപ്നങ്ങളുടെ ഇടിപ്പുകളുടെ തുടിപ്പുകളുടെ പറുദീസ. ഓ, എന്തൊരു പ്രണയമാണത്!